എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊന്ന്? നിശബ്ദതയുടെ 30 ആണ്ടുകൾ. നിന്റെ പ്രിയപ്പെട്ടവൻ്റെ കൂടെ, പ്രിയപ്പെട്ടവളുടെ കൂടെ നീ ഒരല്പസമയം ഇരിക്കുമ്പോൾ ഉടനെ ചോദിച്ചു കളയരുത്, വാട്ട് ആർ യു അച്ചീവിങ്? മക്കളുടെ കൂടെ, മാതാപിതാക്കളുടെ കൂടെ ഒരല്പം നേരം ഇരിക്കുമ്പോൾ പെട്ടെന്ന് ചോദിക്കുക നമ്മൾ, വാട്ട് ആർ യു അച്ചീവിങ്? ദൈവം തമ്പുരാന്, സൃഷ്ടാവിന് ഭൂമിയിൽ തൻ്റെ മാതാപിതാക്കളെ അനുസരിക്കാമെങ്കിൽ നമ്മുടെ ഭൂമിയിലെ മാതാപിതാക്കളെ അനുസരിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നത് എന്താണ്? കല്യാണത്തോടുകൂടെ വേണം, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയിട്ട് വേണം, ആ നാട്ടിൽ എത്തിയിട്ട് വേണം, എന്തൊക്കെയോ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ സംഭവിച്ചിട്ട് വേണമെന്ന് എൻ്റെ ജീവിതത്തിനൊരു മാറ്റം വരാൻ ഒന്നുമില്ല. നീ ആയിരിക്കുന്ന ആ അടുക്കളയിൽ, നിങ്ങൾ ഒരുമിച്ച് സമയമിടുന്ന ആ ഡൈനിങ് ടേബിളിൽ, നിന്റെ ബെഡ്റൂമിൽ, നിന്റെ വർക്ക് സ്പേസിൽ, നിന്റെ യാത്രയിൽ, ഡ്രൈവിങ്ങിൽ ഒക്കെ വിശുദ്ധിയുടെ സാധ്യതകളുണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ സാക്ഷ്യം ആരംഭിക്കുന്നത് അയാൾ സംസാരിക്കുന്നത് ആരെങ്കിലും കേൾക്കുന്നതിന് വളരെ മുമ്പേ തന്നെയാണ്. ഇത്ര ജപമാല ചൊല്ലുന്നത് നല്ലതാണ്. ഒത്തിരി മനുഷ്യരിന്ന് ബൈബിൾ എഴുതുന്നുണ്ട്. അത് ചെയ്യാൻ പ്രത്യേക കൃപ വേണം. നല്ല കാര്യമാണ് അത് ചെയ്യുന്നത്. മുട്ടിന്മേൽ നിന്ന് ഇത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങളുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ, നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന നേരങ്ങളിൽ ഒക്കെ വിശുദ്ധിയുടെ ഗന്ധം വന്നുവെന്ന് ഉറപ്പുവരുത്തണേ. നമുക്ക് തിടുക്കമാണ്. ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ കിട്ടണം, നാളെ കിട്ടുന്നത് എവിടെയാണ്, അവിടെ പോകാൻ ഞങ്ങൾ എന്ന തിടുക്കമാണ് നമുക്ക്. അങ്ങനെയല്ല, 30 ആണ്ടവൻ കാത്തിരുന്നില്ലേ? വിത്തു മരമാകുന്നത് ഒറ്റ രാത്രി കൊണ്ടല്ല എന്നോർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കണേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായി ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരുക്ക ശുശ്രൂഷ, 15 ദിവസത്തെ ധ്യാന ശുശ്രൂഷ, വാക്കിംഗ് വിത്ത് മേരി ഫ്രം ഇറ്റേണിറ്റി ടു ഹെവൻ. നിത്യതയിൽ നിന്ന് സ്വർഗത്തോളം പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ നടത്തുന്ന ഈ യാത്രയുടെ 6ാമത്തെ ദിവസം. ഇന്നലെ ആരാധനയാണ് നമ്മൾ ധ്യാനിച്ചത്, അഡോറേഷൻ. ഇന്ന് 6ാമത്തെ വാക്ക്, 6ാമത്തെ ദിവസം, ഹിഡൻനെസ്, മറഞ്ഞിരിക്കുന്നത്. ഹിഡൻനെസ് ആണ് നമ്മുടെ ധ്യാന വിഷയം. ഇന്നലെ നമ്മൾ ധ്യാനിച്ച് അവസാനിപ്പിച്ചത് പുൽക്കൂട്, മാലാഖ വൃന്ദങ്ങൾ, ആട്ടിടയന്മാർ, കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളുടെ സമ്മാനങ്ങൾ, വാനിലുദിച്ച നക്ഷത്രം. ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ ധ്യാനത്തിൻ്റെ പ്രത്യേകത, ആരാധനയുടെ നിമിഷങ്ങൾ. ഇന്ന് സംഭവിക്കുന്നത്, ആ സംഗീതം ശാന്തമാകുന്നു, മാലാഖമാർ അപ്രത്യക്ഷരാകുന്നു, ആട്ടിടയന്മാർ തിരികെ അവരുടെ ആറ്റിൻ പറ്റങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു, കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ അവരുടെ ഭവനങ്ങളിലേക്ക് തിരികെ പോയി കഴിഞ്ഞു, നക്ഷത്രങ്ങൾ മങ്ങിത്തുടങ്ങി, ലോകം മുന്നോട്ട് പോകുന്നു. ഇനി സൈലൻസ്, ഇനി നിശബ്ദതയുടെ 30 ആണ്ടുകൾ. വൈ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊന്ന്? നമ്മളാണ് സുവിശേഷം എഴുതിയതെങ്കിൽ, നമ്മളോടാണ് സുവിശേഷം എഴുതാൻ ദൈവം തമ്പുരാൻ ആ കാലത്ത് ആവശ്യപ്പെട്ടതെങ്കിൽ, നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് we might have written. ഈശോ ആദ്യം പറഞ്ഞ വാക്ക്, ഈശോയുടെ കൗമാരകാലം, ഈശോയുടെ വിദ്യാഭ്യാസം, അവനവൻ്റെ ചെറുപ്പത്തിൽ യൗവനത്തിൽ ചെയ്ത എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ, ഇവൻ അങ്ങനെയൊക്കെ ആകുമെന്ന് ഞങ്ങൾക്ക് അന്നേ അറിയാമായിരുന്നു എന്ന് തെളിയിക്കുന്ന ചിലതൊക്കെ എഴുതി വെച്ച് ഒരു മേമ്പൊടിയൊക്കെ ഇട്ട് ഒരു പൊടുപ്പും തൊങ്ങലുമൊക്കെ ആയി നമ്മളതിനെ കുറെ കൂടെ മിഴിവാർന്നത് ആക്കിയേനെ. പക്ഷേ സുവിശേഷം എഴുതിയ സുവിശേഷകർക്ക്, ഇവാഞ്ചലിസ്റ്റുകൾക്ക് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് അവരെ ഒരുക്കി, അവരെ പ്രചോദിപ്പിച്ചു. എന്ത്? ഈശോയുടെ ഈ 30 ആണ്ടുകളെ കേവലം 2-3 വരികളിൽ ചുരുക്കാൻ. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയായിരുന്നു. അപ്പോൾ നമുക്ക് അത്ഭുതം വരും, വായി എന്തുകൊണ്ട്, എന്തായിരിക്കും അതിൻ്റെ കാരണം? അപ്പോൾ വീണ്ടും God is telling us something world constantly forgets.
ലോകം എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യത്തെ ദൈവം നമുക്ക് മെല്ലെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ആ 30 വർഷമുണ്ടല്ലോ, അതായത് ഇപ്പോൾ നമ്മൾ കുറേ കൂടെ ധ്യാന യാത്രയിലാകുമ്പോൾ നമുക്കറിയാം മേക്ക് സെൻസ്, എന്തോ ഒരർത്ഥമുണ്ട്. അല്ലെങ്കിൽ ഈശോ ജീവിച്ച നസ്രത്തിലെ ആ 30 വർഷം നമ്മളെ സംബന്ധിച്ച് വേണമെങ്കിൽ പറഞ്ഞു കളയും അൺഇമ്പോർട്ടൻ്റ്, അത്ര പ്രാധാന്യമുള്ള കാലമൊന്നുമല്ല. പക്ഷേ ലോകത്തിന് അത്ര പ്രാധാന്യമുള്ളതല്ലെന്ന് തോന്നുന്ന സമയമാണ് ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തിരിച്ചറിയണം. നമ്മുടെ വിചാരത്തിൽ വിശുദ്ധി ആരംഭിക്കുന്നത് നമ്മൾ ജനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ്. അങ്ങനെയല്ല, ഒരുക്കത്തിൻ്റെ ഒരു കാലമാണ്. അതാണ് നസ്രത്ത്. നിങ്ങൾ നസ്രത്ത് എന്ന ആ ഗ്രാമത്തെ ഒന്ന് ധ്യാനിച്ച് നോക്കിക്കേ. ഒരു വളരെ സാധാരണപ്പെട്ട ഗ്രാമം, പ്രത്യേകമായിട്ട് അങ്ങനെ ഒന്നുമില്ല. വലിയ വിദ്യാഭ്യാസ ഇടങ്ങളില്ല, വലിയ സൗകര്യങ്ങളില്ല, നാട്ടുവഴികൾ, ഉൾപ്രദേശങ്ങൾ, അങ്ങനെ ഒരു ഗ്രാമം. നത്തിങ് ദാറ്റ് സിഗ്നിഫിക്കൻറ്റ് ക്യാൻ ബി ഫൗണ്ട് ദെയർ ഇൻ നസ്രത്ത്. നസ്രത്തിൽ നിന്ന് നന്മയുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോഴും നിസ്സാരമായ ഒരു ഗ്രാമം. അപ്പോൾ ഓർക്കേണ്ടത്, അവിടെയാണ് സൃഷ്ടാവ് 30 വർഷം, സൃഷ്ടാവായവൻ ഓരോ പ്രഭാതത്തിലും മിഴി തുറന്ന് എഴുന്നേറ്റു വന്നത് ആ ഗ്രാമത്തിലാണ്, നസ്രത്തിലാണ്. നക്ഷത്രങ്ങളെ മെനഞ്ഞവൻ തൻ്റെ അപ്പനോട് ചേർന്ന് ഉളിയും കൊട്ടുപടിയും കൊണ്ട് തടി മെനഞ്ഞത്, ഫർണിച്ചേഴ്സ് മെനഞ്ഞത് ആ ഗ്രാമത്തിലാണ്, നസ്രത്തിലാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ കടലിനെ, സമുദ്രത്തെ ശാന്തമാക്കിയ ആ ശബ്ദം കൊണ്ടാണ് അവൻ്റെ അയൽപക്കക്കാരോട് മൃദുവായി സംസാരിച്ചത്. ഇനി കുറച്ച് കഴിയുമ്പോൾ ജലത്തിൻ്റെ മീതെ നടന്ന ആ പാദങ്ങൾ കൊണ്ടാണ് അവൻ ആ നസ്രത്തിലെ ഇടവഴികളിലൂടെ നടന്നു നീങ്ങിയത്. ദൈവപുത്രൻ 30 വർഷം നമ്മുടെ വിചാരത്തിൽ നത്തിങ് ഇമ്പോർട്ടൻ്റ്, അത്ര പ്രാധാന്യമുള്ളതൊന്നുമല്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടു എന്നത് തന്നെ എന്തൊരു അത്ഭുതമാണെന്ന് അറിയാമോ? നമ്മളെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേകിച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നുമില്ലാത്ത ജീവിതങ്ങളെ നമ്മൾ വിളിക്കുന്നതാണ് നത്തിങ് ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ജീവിതത്തിലും അത്തരം ദിവസങ്ങൾ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അത്ര പ്രാധാന്യമുള്ള ദിവസങ്ങളൊന്നുമല്ല. അങ്ങനെയല്ല, അതിൻ്റെ പ്രാധാന്യമുണ്ടെന്ന് കർത്താവ് തെളിയിക്കുകയാണ്. നസ്രത്ത് is not about spectacular achievements but quiet transformation. അതിസ്വാഭാവിക നേട്ടങ്ങളുടെ ഇടമല്ല നസ്രത്ത്. നസ്രത്ത് ശാന്തമായ രൂപാന്തരീകരണത്തിൻ്റെ ഇടമാണ്. മനുഷ്യരെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം, വാട്ട് ആർ യു അച്ചീവിങ്? നമുക്കങ്ങനെ ചിന്തയുണ്ട്, പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്ക് കൂടുതലാണെന്ന് തോന്നാറുണ്ട്. എന്ത് കാര്യത്തിൽ ഇടപെടുമ്പോഴും നമ്മുടെ ചോദ്യം എന്ത് കിട്ടും എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് പോയി ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ നമ്മുടെ ചോദ്യം, ഇതിൽ നിന്ന് എന്താണ് ബെനഫിറ്റ്? വാട്ട് ആർ യു അച്ചീവിങ് ഫ്രം ദിസ്? പക്ഷെ നസ്രത്ത് പഠിപ്പിക്കുന്നു മറ്റൊരു ചോദ്യം ചോദിക്കാൻ, വാട്ട് ആർ യു ബിക്കമിങ്? വാട്ട് ആർ യു ബിക്കമിങ്? നിൻ്റെ പ്രിയപ്പെട്ടവളുടെ കൂടെ നീ ഒരല്പസമയം ഇരിക്കുമ്പോൾ ഉടനെ ചോദിച്ചു കളയരുത്, വാട്ട് ആർ യു അച്ചീവിങ്? മക്കളുടെ കൂടെ, മാതാപിതാക്കളുടെ കൂടെ ഒരല്പം നേരം ഇരിക്കുമ്പോൾ പെട്ടെന്ന് ചോദിക്കാം നമ്മൾ, വാട്ട് ആർ യു അച്ചീവിങ്? അപ്പോൾ നമുക്ക് തോന്നും ദിസ് ഇസ് നോട്ട് പ്രൊഡക്റ്റീവ് ടൈം. ഏത് കാറ്റഗറിയിൽ? അതായത് നമുക്ക് ഇങ്ങോട്ട് മോണിറ്ററി ബെനഫിറ്റ്സ് കിട്ടാത്ത, സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടാത്ത എല്ലാ സമയങ്ങളെയും നമ്മൾ വിളിക്കുന്നത് അൺപ്രൊഡക്റ്റീവ് ടൈം എന്നായിരിക്കുകയാണ്. മെച്ചമില്ലാത്ത സമയങ്ങൾ. ലോകം പഠിപ്പിക്കുന്നു വാട്ട് ആർ യു അച്ചീവിങ്, എന്താണ് നേടുന്നത്? പക്ഷേ ദൈവം പഠിപ്പിക്കുന്നത് വാട്ട് ആർ യു ബിക്കമിങ്? വാട്ട് ആർ യു ബിക്കമിങ്? നീ എന്തായിത്തീരുകയാണ്? നീ അവിടെ ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ നീ എന്താണ് ആയിത്തീരുന്നത്? നിൻ്റെ കുടുംബത്തോടൊപ്പം ഒരു സമയം ചിലവഴിക്കുമ്പോൾ വാട്ട് ആർ യു ബിക്കമിങ്? യു ആർ ബിക്കമിങ് ബെറ്റർ. നീ കർത്താവിൻ്റെ അടുത്തൊരു 10 മിനിറ്റ് സ്വസ്ഥതയോടെ ഇരിക്കുമ്പോൾ വാട്ട് ആർ യു അച്ചീവിങ് എന്നുള്ളതായിരിക്കരുത് ചോദ്യം. അത്തരമൊരു ചോദ്യമാണ് സ്പിരിച്വാലിറ്റിയെ ഇന്ന് കാണുന്നൊരു പ്രോസ്പെരിറ്റി ഗോസ്പലിലേക്ക് കൊണ്ടുപോകുന്നത്. വാട്ട് ആർ യു അച്ചീവിങ് എന്നുള്ളതായി ആയിരിക്കരുത് നമ്മുടെ പ്രാർത്ഥനാ നേരങ്ങളുടെ പോലും മോട്ടീവ്. വാട്ട് ആർ യു അച്ചീവിങ് എന്നുള്ളതല്ല, മറിച്ച് വാട്ട് ആർ യു ബിക്കമിങ്? നീ എന്ത് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഇരിപ്പിലൂടെ,
ആ പ്രാർത്ഥനയിലൂടെ. വാട്ട് ആർ യു ബിക്കമിങ്? ലൂക്കാ സുവിശേഷകൻ 2-ാം അധ്യായം 51-52 വാക്യങ്ങളിൽ സമ്മറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നവൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവമനുഷ്യ പ്രീതിയിൽ വളർന്നു വന്നവൻ മാതാപിതാക്കൾക്ക് വിധേയനായി അവിടെ ജീവിച്ചു. മാതാപിതാക്കൾക്ക് വിധേയനായി അവൻ ജീവിച്ചു. അവൻ പ്രായത്തിൽ ജ്ഞാനത്തിൽ വളർന്നു വന്നുവെന്ന്. 4-ാം പ്രമാണം നൽകിയവൻ, മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന 4-ാം പ്രമാണം നൽകിയവൻ ഇപ്പോൾ തൻ്റെ സൃഷ്ടികളെ അനുസരിക്കുന്നു. യൗസേപ്പും മറിയവും അവൻ്റെ സൃഷ്ടികളാണ്. Now the Creator is obeying the creatures. സൃഷ്ടികളെ അവൻ അനുസരിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ ഇന്ന് രാവിലെ നമ്മുടെ ബ്ലെസ്സിങ് 5:30 ബ്ലെസ്സിങ് മുടങ്ങിയത്, ഇപ്പോൾ സ്വരം അല്പം വല്ലാണ്ടിരിക്കുന്നത്. ഇവിടെ കാനഡയിൽ സ്കാബ്രോയിൽ കുട്ടികൾക്ക്, യുവജനങ്ങൾക്ക്, ചെറിയ കുട്ടികളുടേത് കഴിഞ്ഞു, ഇപ്പോൾ യുവജനങ്ങൾക്ക് ഒരു ക്യാമ്പിംഗ് പ്രോഗ്രാമാണ്. ഫെയ്ത്ത് ഫോർമേഷനാണ്, താമസിച്ചുകൊണ്ടുള്ള ക്യാമ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ടയറിങ് ആണ്, സ്വരം പോയി, അല്പം ടയർഡാണ്. പക്ഷേ ഇവിടെ അടുത്ത് ഒരു കൈക്കാരൻ്റെ വീടുണ്ട്, അവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്തത്. ഇവിടെ ക്യാമ്പിംഗ് സെൻറ്ററിലല്ല. അപ്പോൾ അവിടെ ക്യാമ്പിംഗ് സെൻറ്ററിൽ തീർത്തും നെറ്റില്ലായിരുന്നു, ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് 5:30 ബ്ലെസ്സിങ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ കാര്യം, കുട്ടികളോട് ഞാൻ പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. ഇഫ് ജീസസ് the Son of God can himself obey his earthly parents, then what prevents us from obeying our parents? ദൈവം തമ്പുരാന്, സൃഷ്ടാവിന് ഭൂമിയിൽ തൻ്റെ മാതാപിതാക്കളെ അനുസരിക്കാമെങ്കിൽ, അവർക്ക് വിധേയനായി ജീവിക്കാമെങ്കിൽ, then what prevents us from obeying our earthly parents? നമ്മുടെ ഭൂമിയിലെ മാതാപിതാക്കളെ അനുസരിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നത് എന്താണ്? ദൈവത്തിന് അതാകാമെങ്കിൽ. ഇവിടെ പറയുന്നു, അവൻ ജ്ഞാനത്തിൽ വളർന്നു വന്നു. ഏത് ജ്ഞാനത്താലാണോ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്, the same wisdom through which everything was created, ഏതു ജ്ഞാനത്താലാണോ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്, അവൻ തന്നെ ഇപ്പോൾ അവൻ്റെ മാനുഷിക പ്രകൃതിയിൽ, അവൻ്റെ ഹ്യൂമൻ നേച്ചറിനെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുകയാണ് അവൻ്റെ മാതാപിതാക്കളോടൊപ്പമുള്ള വാസത്താലെ. ഹീ ഈസ് ഡിവൈൻ ആൻഡ് ഹ്യൂമൻ അറ്റ് ദ സെയിം ടൈം. ഈശോ ദൈവവുമാണ് മനുഷ്യനുമാണ്. അവൻ്റെ മനുഷ്യ പ്രകൃതിയാണ് ഇവിടെ ജ്ഞാനം കൊണ്ട് നിറയുന്നത്. നിങ്ങൾ ഓർക്കരുത്, എല്ലാം അറിയുന്നവന് ഇനി എന്ത് ജ്ഞാനത്തിലുള്ള വളർച്ച? അവൻ്റെ ഹ്യൂമൻ നേച്ചറിലാണ് ആ വളർച്ച നടക്കുന്നത് എന്ന് ഓർക്കണമേ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിലേ ഉള്ളൂ, ഓർഡിനറി ഈസ് ഗ്ലോറിഫൈഡ്. നസ്രത്തിലെ 30 വർഷത്തെ ജീവിതം കൊണ്ട് ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം, ഹിയർ ഇൻ നസ്രത്ത് ദ ഓർഡിനറി തിങ്സ് ആർ ഗ്ലോറിഫൈഡ്. നമ്മളെപ്പോഴും എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങളെയാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത്. പക്ഷെ നസ്രത്തിൽ സാധാരണത്വങ്ങൾ മഹത്വീകരിക്കപ്പെടുകയാണ്. നമുക്കെപ്പോഴും എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ വേണം. പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ പോലും കല്യാണത്തോടു കൂടെ വേണം, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയിട്ട് വേണം, ആ നാട്ടിൽ എത്തിയിട്ട് വേണം, അവരോടൊന്ന് കൂട്ടായി കഴിഞ്ഞിട്ട് വേണം, എന്തൊക്കെയോ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ സംഭവിച്ചിട്ട് വേണമെന്ന് എൻ്റെ ജീവിതത്തിനൊരു മാറ്റം വരാൻ ഒന്നുമില്ല. ഇന്ന് ഇപ്പോൾ ഇവിടെ ടുഡേ ബിഗിൻസ് ഹോളിനെസ്. ഇന്ന് ഇവിടെ ഇപ്പോൾ നിൻ്റെ വിശുദ്ധി ആരംഭിക്കുകയാണ്. സാധാരണത്വങ്ങളിൽ ഒരു വിശുദ്ധിയുണ്ട് എന്ന് തിരിച്ചറിയണേ. നീ ആയിരിക്കുന്ന ആ അടുക്കളയിൽ, നിങ്ങൾ ഒരുമിച്ച് സമയമിടുന്ന ആ ഡൈനിങ് ടേബിളിൽ, നിൻ്റെ ബെഡ്റൂമിൽ, നിൻ്റെ വർക്ക് സ്പേസിൽ, നിൻ്റെ യാത്രയിൽ, ഡ്രൈവിങ്ങിൽ ഒക്കെ വിശുദ്ധിയുടെ സാധ്യതകളുണ്ട്. അത്തരമിടങ്ങളെയൊക്കെ നിനക്ക് കുറച്ചുകൂടെ ദൈവീകമാക്കി മാറ്റാൻ കഴിയുമെന്ന് ഓർക്കണേ. മറിയത്തെ നമ്മളെപ്പോഴും ധ്യാനിക്കുന്നത് കുരിശിൻ്റെ ചുവട്ടിലെ മറിയം, കാനായിലെ മറിയം, പുൽക്കൂട്ടിലെ മറിയം, പെന്തക്കുസ്തായിൽ മാളിക മുകളിലെ മറിയം എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത്, അതിനേക്കാൾ ഏറെ നാളുകൾ മറിയം ചെലവഴിച്ചത് നസ്രത്തിലാണ്. ഏറെ നാളുകൾ മറിയം ചെലവഴിച്ചത് നസ്രത്തിൽ. അവൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ ഈ പറയുന്ന പ്രത്യേകതയുള്ള ഒന്നും അവൾ ചെയ്തിട്ടുണ്ടാകില്ല. വളരെ സാധാരണ കാര്യങ്ങൾ. അവൾ യൗസേപ്പിനും മിശിഹായിക്കും ഈശോയ്ക്കും ഭക്ഷണം പാചകം ചെയ്തു കൊടുത്തു. അവൾ ആ പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടാകും. അവൾ അവളെ കൊണ്ടാകുന്നത് പോലെ ഈശോയെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അവൾ ഈശോയെ കേട്ടു, ലിസണിങ്. അവൾ ഈശോയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അവൾ ഈ യൗസേപ്പിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടായിരിക്കും. നോക്കിക്കേ, എത്ര സിമ്പിൾ വേർബ്സ് ആണതെല്ലാം. സാധാരണ വെർബുകളാണ്. അതായത് കുക്കിംഗ്, ക്ലീനിങ്, പ്രേയിങ്, ടീച്ചിങ്, ലിസണിങ്, എൻകറേജിങ്, വെയിറ്റിംഗ്. ഇതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മറിയമാകാൻ പറ്റുമെന്ന്, ഇതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ വീടും നസ്രത്താകുമെന്ന് ഓർക്കണേ. ഓർത്തിരിക്കേണ്ട ഒരു വാക്യം, ഹോളിനെസ് ഈസ് വോവൻ ഫ്രം ഓർഡിനറി ഫെയ്ത്ത്ഫുൾനെസ്. വിശുദ്ധി നെയ്തെടുക്കപ്പെടുന്നത് സാധാരണ വിശ്വസ്തതയിലൂടെയാണ്.
വിശുദ്ധി നെയ്തെടുക്കപ്പെടുന്നത് സാധാരണ വിശ്വസ്തതയിലൂടെയാണ്. കൊച്ചു ത്രേസ്യ, ലിസ്യുവിലെ കൊച്ചു ത്രേസ്യ നമുക്കറിയാം, ദ ലിറ്റിൽ വേ ടു ഗോ ടു ഹെവൻ, കുറുക്കുവഴി, സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി, കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ എങ്ങനെ സ്വർഗം നേടിയെടുക്കാമെന്ന് പഠിപ്പിച്ചവളാണ് കൊച്ചു ത്രേസ്യ. കൊച്ചു ത്രേസ്യ അത് പഠിപ്പിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മറിയം അത് നസ്രത്തിൽ ജീവിച്ചു കഴിഞ്ഞിരുന്നു. മറിയം മാത്രമല്ല, ജോസഫും. ഡോണ്ട് ഓവർലുക്ക് ജോസഫ്. നമുക്ക് എപ്പോഴും പറ്റുന്നൊരു അപകടം, വി ടേക്ക് ജോസഫ് ഫോർ ഗ്രാൻറ്റഡ്. നമ്മൾ മറിയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും യൗസേപ്പിനെ അങ്ങനെ അധികം പറയാതെ മാറ്റിവെക്കും. പക്ഷേ എനിക്കൊരു സന്തോഷമുള്ളത്, ഫീഡ് മൈ ഷീപ്പ് ഫോളോ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ യൗസേപ്പ് പിതാവിനെ ഈ വർഷം 33 ദിവസത്തെ പ്രതിഷ്ഠ നടത്തി ഡീറ്റെയിൽഡായിട്ട് യൗസേപ്പ് പിതാവിനെ മനസ്സിലാക്കി. അതിനേക്കാൾ ഡീറ്റെയിൽഡായിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ 10 എപ്പിസോഡിലൂടെ വിശുദ്ധ യൗസേപ്പ് പിതാവ് എന്ന ആ സീരീസിലൂടെ യൗസേപ്പ് പിതാവിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട്. യൗസേപ്പ് പിതാവിനെ നോക്ക്, നിശബ്ദതയിലാണ് ചിലവഴിക്കുന്നത്. ഒരു വാക്ക് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ 3 പേര് നസ്രത്തിൽ ജീവിച്ചൊരു ജീവിതമുണ്ട്. അതാണ് ഈ കാലത്ത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ജീവിക്കേണ്ട വിശുദ്ധിയുടെ രീതി, ശൈലി. ഈശോ എന്താ ചെയ്തേ? ഈശോ അനുസരിച്ചു. മറിയം എന്താ ചെയ്തേ? സൗമ്യമായ വിശ്വസ്തത പാലിച്ചു. ജോസഫ് എന്താ ചെയ്തേ? നിശബ്ദമായ ഒരു ബലം ജോസഫിന് ഉണ്ടായിരുന്നു. മതി. അതിലൂടെയൊക്കെ ഒരു നസ്രത്ത് രൂപപ്പെടുമെന്ന് ഓർക്കണേ. നസ്രത്ത് ഈസ് ദ ഫസ്റ്റ് സ്കൂൾ ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ ആദ്യ വിദ്യാലയം ഈ നസ്രത്താണ്. ഈശോ ഇനി അങ്ങോട്ട് പറയാനും പഠിപ്പിക്കാനും പോകുന്നതൊക്കെ അവൻ 30 ആണ്ട് ജീവിച്ച ഇടമാണ് നസ്രത്ത്. അവൻ അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കും. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. ബിയാറ്റിറ്റ്യൂഡ്സ് അത് പഠിപ്പിക്കുന്നതിന് മുമ്പ് അവൻ നസ്രത്തിൽ അത് ജീവിച്ചു കഴിഞ്ഞു. എളിമയുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് അവൻ നസ്രത്തിൽ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ശുശ്രൂഷയെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് മുമ്പ് അവൻ അവൻ്റെ വീട്ടിൽ അവൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നീട് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് എല്ലാവരും ആശ്ചര്യപ്പെട്ടു, അത്ഭുതപ്പെട്ടു എന്ന് പറയുമ്പോൾ അങ്ങനെ അത്ഭുതപ്പെടുമാറ് ഒരു ക്രെഡിബിലിറ്റി അവൻ്റെ ജീവിതത്തിനുണ്ടായത് 30 വർഷത്തെ അവൻ്റെ ഈ രഹസ്യ ജീവിതത്തിലൂടെ, അവൻ്റെ ശാന്ത സൗമ്യ ജീവിതത്തിലൂടെയാണെന്ന് തിരിച്ചറിയണം. എ ക്രിസ്ത്യൻസ് വിറ്റ്നസ് ബിഗിൻസ് ലോങ് ബിഫോർ എനിവൺ hears him speak. A Christian's witness begins long before anyone hears him speak. ഒരു ക്രിസ്ത്യാനിയുടെ സാക്ഷ്യം ആരംഭിക്കുന്നത് അയാൾ സംസാരിക്കുന്നത് ആരെങ്കിലും കേൾക്കുന്നതിന് വളരെ മുമ്പേ തന്നെയാണ്. എന്തൊരു വാക്കാന്ന് നോക്കിക്കേ. ഒരു ക്രിസ്ത്യാനിയുടെ വിറ്റ്നസിങ്, സാക്ഷ്യം ആരംഭിക്കുന്നത് അയാൾ സംസാരിക്കുന്നത് ആരെങ്കിലും കേൾക്കുന്നതിന് വളരെ മുമ്പ് തന്നെയാണ്. ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. ഈശോ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നതിന് വളരെ മുമ്പേ, കഴിഞ്ഞ 30 ആണ്ടുകൾ അവൻ്റെ ജീവിതം സാക്ഷ്യമായി കഴിഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ധ്യാനം നമ്മളെ കൊണ്ടുവരുന്നത് വാക്കിംഗ് വിത്ത് മേരിയുടെ മറിയത്തോടൊപ്പം, ഈശോയോടൊപ്പം, യൗസേപ്പിനോടൊപ്പം. മറിയത്തോടൊപ്പം നടക്കുക എന്നാൽ ഈശോയോടും യൗസേപ്പിനോടും ഒപ്പം നടക്കുക എന്ന് തന്നെയല്ലേ. ആ 30 ആണ്ടുകളെയാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ചത്. നാളെ നമ്മൾ മെല്ലെ കാനായിലെ അവളുടെ ഇടപെടലിലേക്ക് പ്രവേശിക്കും. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം ഡെയിലി ലൈഫ് ഹോളിനെസ്. അനുദിന ജീവിതത്തിലെ വിശുദ്ധിയുടെ സാധ്യതകളെ കണ്ടെത്തുക. ഇന്ന് ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വളരെ ഗൗരവത്തോടെ പ്രാർത്ഥിക്കുന്നുവെന്ന് വിചാരിക്കുന്നവർ, ആത്മീയ മേഖലയോട് താല്പര്യം കാണിക്കുന്നവർ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ടുഡേ വി ഹാവ് ആൻ ഇല്യൂഷൻ. ഇന്ന് നമുക്കൊരു മായ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ആത്മീയ വൃത്തങ്ങളിൽ പോലും. എന്താ അത്? അതായത് അതിസ്വാഭാവികമായവ ചെയ്യുന്നതിലാണ് വിശുദ്ധി എന്ന്. നല്ലതാണ് അതിസ്വാഭാവികമായത് ചെയ്യുന്നത്. മേ ബി ഇത്ര ജപമാല ചൊല്ലുന്നത് നല്ലതാണ്, ചെയ്തു. ബൈബിൾ എഴുതുന്നത് നല്ലതാണ്. ഒത്തിരി മനുഷ്യർ ഇന്ന് ബൈബിൾ എഴുതുന്നുണ്ട്. അതിസ്വാഭാവികമായ ഒന്നാണ്, സാധാരണമായ ഒന്നല്ല. അതിൽ ചെയ്യാൻ പ്രത്യേക കൃപ വേണം. നല്ല കാര്യമാണ് അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ മുട്ടിന്മേൽ നിന്ന് ഇത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് ബിഫോർ ഡൂയിങ് എക്സ്ട്രാ ഓർഡിനറി തിങ്സ് you have approached holiness, you have attained holiness in your day-to-day things. നിങ്ങളുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന നേരങ്ങളിൽ ഒക്കെ വിശുദ്ധിയുടെ ഗന്ധം വന്നുവെന്ന് ഉറപ്പുവരുത്തണേ. മറ്റേത് ഇത് മറന്നിട്ട് സാധാരണ ഇടങ്ങളിലെ വിശുദ്ധിയുടെ സാധ്യതകളെ കണ്ടെത്താൻ ശ്രമിക്കാതെ, അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാതെ, അതിസ്വാഭാവികമായ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങളിലേക്ക് മാത്രമാണ്
നമ്മൾ ഓറിയൻറ്റഡ് ആയിരിക്കുന്നതെങ്കിൽ, നമ്മൾ താല്പര്യം കാണിക്കുന്നതെങ്കിൽ തിരിച്ചറിയണേ, ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ഇല്യൂഷൻ. ഇതൊരു മായ സൃഷ്ടിക്കപ്പെടുകയാണ്. 30 ആണ്ട് കർത്താവ് ജീവിച്ചൊരു ജീവിതത്തെ എപ്പോഴും ധ്യാനിക്കണം. അതിനെക്കുറിച്ച് സുവിശേഷം അധികം എഴുതിയിട്ടില്ലെന്ന് വിചാരിച്ച് അത് ധ്യാനിക്കാതെ പോകരുത്. മറിയവും യൗസേപ്പും ഉണ്ണിമിശിഹായും 30 ആണ്ടുകൾ സാധാരണ ഒരിടത്ത് സാധാരണമായി ജീവിച്ച് അവരുടെ വിശുദ്ധി തിരിച്ചറിഞ്ഞ് അവരുടെ സാക്ഷ്യം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു എന്ന് ഓർക്കണേ. ഈശോയ്ക്ക് 12-ാമത്തെ വയസ്സോട്ടെ അത്ഭുതം ചെയ്യാമായിരുന്നല്ലോ. 12 വയസ്സ് വരെ കാത്തിരിക്കേണ്ട. അവൻ ദൈവപുത്രനാണ്. അവൻ ഏത് നേരത്തും അത്ഭുതം ചെയ്യാം. ദെൻ വാട്ട്? ഹി വെയിറ്റഡ്. ഹി ട്രസ്റ്റഡ് ഹിസ് അപ്പാസ് ടൈം. ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി അവൻ കാത്തിരുന്നു. ഇന്ന് നമുക്കുള്ള മറ്റൊരു അപകടമാണ് വി ലാക്ക് പേഷ്യൻസ്. നമുക്ക് ക്ഷമയില്ല, നമുക്ക് തിടുക്കമാണ്. ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ കിട്ടണം, നാളെ കിട്ടുന്നത് എവിടെയാണ് അവിടെ പോകാൻ ഞങ്ങൾ എന്ന തിടുക്കമാണ് നമുക്ക്. അങ്ങനെയല്ല. 30 ആണ്ട് അവൻ കാത്തിരുന്നില്ലേ? 30 ആണ്ട് അവൻ കാത്തിരുന്നില്ലേ? അപ്പോൾ ആ ക്ഷമയുടെ പാഠം, ആ പേഷ്യൻസിൻ്റെ പാഠം നമ്മളും പഠിക്കണ്ടേ. ബിലീവ് ദാറ്റ് സീഡ്സ് ഡു നോട്ട് ബിക്കം ട്രീ ഓവർനൈറ്റ്. വിത്ത് മരമാകുന്നത് ഒറ്റ രാത്രി കൊണ്ടല്ല എന്നോർക്കണേ. സീഡ്സ് ഡു നോട്ട് ബിക്കം ട്രീ ഓവർനൈറ്റ്. വിത്ത് മരമാകുന്നത് ഒറ്റ രാത്രി കൊണ്ടല്ല. അതുകൊണ്ട് കാത്തിരിക്കാൻ, ആ കാത്തിരിപ്പിൻ്റെ നേരങ്ങളെ വിശുദ്ധിയുടെ നേരങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ. ഇന്നൊരു ചോദ്യമേ ഉള്ളൂ. ക്യാൻ ദിസ്, ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഇടം, നീ ഇരിക്കുന്ന ഇടം, ക്യാൻ ദിസ് ബിക്കം അവർ നസ്രത്ത്? ഈ ഇടം നിൻ്റെ വീടാകാം, തൊഴിലിടമാകാം, നിൻ്റെ യാത്രയുടെ നേരമാകാം. ക്യാൻ ദിസ് ബിക്കം യുവർ നസ്രത്ത്? നിങ്ങളുടെ ജീവിതത്തിലെ നസ്രത്തിൻ്റെ സാധ്യതകളെ കണ്ടെത്തണേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, സാധാരണത്വങ്ങളെ മഹത്വീകരിച്ച് ഗ്ലോറിഫൈ ചെയ്ത നസ്രത്തിനെ ഞങ്ങൾ കാണുന്നു, തിരിച്ചറിയുന്നു. നസ്രത്ത് ഞങ്ങളുടെ ജീവിതത്തിലുമുണ്ട്. പക്ഷേ അതിസ്വാഭാവികമായവയിലേക്കുള്ളൊരു ആകർഷണം നസ്രത്തിനെ വിസ്മരിച്ച് കളയാൻ ഇടയാകുന്നു. ഈശോയെ, നസ്രത്തിനെ കണ്ടെത്താൻ, നസ്രത്തിലായിരിക്കാൻ ഞങ്ങളെയും പഠിപ്പിക്കണേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.